നമസ്കാരം. ജാലവിദ്യ എൻ്റെ വിഷയമായതുകൊണ്ട് ഞാൻ എന്ത് സംസാരിക്കുമ്പോഴും അതിനകത്ത് മാജിക് കടന്നു വരും. ദയവായി ക്ഷമിക്കുക. അസംഭവ്യം എന്ന് തോന്നിപ്പിക്കുന്നത് സംഭവിപ്പിക്കുക, അതാണ് യഥാർത്ഥത്തിൽ മാജിക് എന്ന് പറയുന്നത്. മാജിക്കുകാർ അത്ഭുതം കാട്ടുന്നു. അത്ഭുതം എന്ന വാക്കുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വിസ്മയം എന്നാണ്. ഒരു ജാലവിദ്യ കാണുമ്പോൾ എങ്ങനെയാണ് കാഴ്ചക്കാരന് അത്ഭുതം തോന്നുന്നത്? ഒരു ചെറിയ ഉദാഹരണം ഇവിടെ കാണിക്കാം. ഒരു പെട്ടി. ഈ പെട്ടിയുടെ വലിപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് എംറ്റി ആണെന്നുള്ള കാര്യം ഇത് ക്രിസ്റ്റൽ ആയതുകൊണ്ട്, ഗ്ലാസ് ആയതുകൊണ്ട് വ്യക്തമായിട്ട് ബോധ്യപ്പെടും. അകത്ത് നോക്കാം, എല്ലാ ഭാഗത്തും നോക്കാം, എംറ്റി ആയിട്ടുള്ള ഒരു ബോക്സ്. ഈ ബോക്സ് അടച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുറക്കുന്ന സമയത്ത് ഒരു പ്രാവ് ഇതിനകത്ത് പ്രത്യക്ഷപ്പെടുന്നു. കണ്ടോ? ഇത് ഒരു ഇന്ദ്രജാലമാണ്. അല്ലാതെ ഇന്നും ചിലർ കരുതുന്നത് പോലെ ശൂന്യതയിൽ നിന്നും എന്തെങ്കിലും ഉണ്ടാക്കാനോ ഉള്ള ഒരു സാധനത്തിനെ പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമാക്കാനോ ഒരു മാജിക്കുകാരനും അല്ലെങ്കിൽ ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ മാജിക്കുകാർ അവലംബിക്കുന്ന ഒരു തരം മറച്ചു വെക്കലാണ്. അതേസമയം ഇതേ വിദ്യ ഉപയോഗിച്ചുകൊണ്ട്, ഇതേ മാജിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് വസ്തുക്കൾ സൃഷ്ടിച്ച് അതിനകത്ത് അമാനുഷിക സിദ്ധി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരുപാട് ആളുകൾ, ദൈവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്, മാജിക്കിന് രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഒന്ന്, ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ കാഴ്ചക്കാരനെ ആസ്വദിപ്പിക്കാൻ വേണ്ടി മാജിക് ഉപയോഗിക്കാൻ സാധിക്കും. രണ്ടാമത്തേത്, മാജിക് എന്ന് പറയുന്ന കല ഉപയോഗിച്ചുകൊണ്ട് അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിലൂടെ അന്തരീക്ഷ സാധനങ്ങൾ സൃഷ്ടിച്ച് അല്ലെങ്കിൽ ശിവലിംഗം ഛർദ്ദിച്ച് അമാനുഷിക സിദ്ധികളുണ്ടെന്ന് അവകാശപ്പെടുന്ന മനുഷ്യദൈവങ്ങൾ നമ്മുടെ ഭാരതത്തിൽ ധാരാളമുണ്ട്. അമാനുഷികമായ സിദ്ധികൾ അവകാശപ്പെട്ടുകൊണ്ട് ദിവ്യാത്ഭുതങ്ങൾ കാണിച്ച് പാവപ്പെട്ട ജനങ്ങളെ ഇവർ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് പിന്നിൽ മാർക്കറ്റിംഗ് മാഫിയ കൂടിയാവുന്ന സമയത്ത് ചിത്രം പൂർത്തിയാകുന്നു. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ദിവ്യാത്ഭുതങ്ങൾക്ക് പിന്നിലുള്ള രഹസ്യം എന്താണ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അത് അനാവരണം ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. We are going to start this program and we would like to dedicate this program to B. Premanand. Please come here. Please come. The great anti-guru of India and also of the world. Of the world. Ivangala, he is an anti-guru. Endini, because he is opposing all cheats in the name of God, religion and Divyadbhudangal. Ivar adu virodikkunnundu, adukke we are calling him anti-guru. In idinte program we start with Divyadbhudangal of Satyanarayana Raju. Avangal actual peru is Satyanarayana Raju, but he calls himself Satya Sai Baba, the duplicate pair avunde. Avangalella cheyyuna endha divyadbhudangal adu kaachi adu engane cheyyunundu adu nangal explanation kodukunundu. First of all, avangala very famous miracle, shunyathile basmam kodukum. Kai ingane pidichi kaathil ingane thirichittundu அது மேலே கொண்டு போகும், கீழே கொண்டு வரும், தாயில கொண்டு வரும், கையில் வரும் திவ்ய பஸ்மம். എത്ര കൊടുത്തേ ഉണ്ട് അത്ര വരുന്നേ ഉണ്ട്. യു മിക്സ് ഇറ്റ് വിത്ത് ഗഞ്ചിവെള്ളം. ഇത് ചെറുതുണ്ട്, ഇത് 4-5 പേര് കൊടുക്കുന്നു. ഇത് ഇങ്ങനെ പിടിച്ചോ,